നമസ്കാരം. OBS സ്റ്റുഡിയോൻ്റെ ഹോട്ട് കീസ് എന്ന് പറയുന്ന ഫീച്ചറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹോട്ട് കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കീസാണ്. OBS സ്റ്റുഡിയോൻ്റെ പല ഫീച്ചേഴ്സിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീസിനെയാണ് ഹോട്ട് കീസ് എന്ന് പറയുന്നത്. OBS സ്റ്റുഡിയോൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ OBS സ്റ്റുഡിയോൻ്റെ ഈ ഇനിഷ്യൽ സ്ക്രീനും എൻഡ് സ്ക്രീനും റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഹോട്ട് കീസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഹോട്ട് കീസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സിൽ ഹോട്ട് കീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ട് കീസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിങ്ങിന് ഒരു കീ അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ S എന്ന് കൊടുത്തു സ്റ്റാർട്ട് റെക്കോർഡിങ്ങിന്. അതുപോലെ സ്റ്റോപ്പ് റെക്കോർഡിങ്ങിന് ഞാൻ കൊടുത്തു, എൻഡിൻ്റെ കൊടുത്തു. അപ്പോൾ ഈ S എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഇനി OBS സ്റ്റുഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നുള്ള കീ നിങ്ങൾ പ്രസ് ചെയ്താൽ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ പോസ് അൺപോസ്. ഇപ്പോൾ ഞാൻ പോസിന് ഞാൻ 1 കൊടുത്തു. അൺപോസിന് എനിക്ക് വേണമെങ്കിൽ 1 തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ലെറ്റർ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ 1 തന്നെ കൊടുത്തു. ഇങ്ങനെ സെയിം ലെറ്റർ കൊടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് ഒറ്റ കീ ഉപയോഗിച്ചിട്ട് 2 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. കാരണം നമ്മൾ 1 ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഇത് പോസ് ആവും. നിങ്ങൾ ഒന്നും കൂടി ആ 1 പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അൺപോസ് ആയിക്കോളും. സ്റ്റാർട്ട് സ്റ്റോപ്പിന് വേണ്ടി നിങ്ങൾക്ക് ഒരേ കീ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കീ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അതേ കീ നിങ്ങൾ ഒന്നുകൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിക്കണത് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഫസ്റ്റ് ഒന്ന് റിവേർട്ട് എന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത കീയിലോട്ട് തിരിച്ചു പോകാനുള്ളൊരു ഓപ്ഷനാണ്. ഇതാണ് ഡിലീറ്റ് ബട്ടൺ, അതായത് നമ്മൾ ക്ലിയർ ബട്ടൺ. നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത ഒരു ലെറ്റർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്യണം. കാരണം നോർമലി നമ്മുടെ ഡിലീറ്റ് ബട്ടണോ ബാക്ക് സ്പേസ് ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ സ്റ്റാർട്ട് റെക്കോർഡിങ്ങിന് അസൈൻ ഉണ്ടാവും. നിങ്ങളിനി ബാക്ക് സ്പേസ് അടിച്ചാൽ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ ബട്ടൺ സ്റ്റാർട്ട് റെക്കോർഡിന് അസൈൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കീബോർഡിലെ ഡിലീറ്റും ബാക്ക് സ്പേസ് അടിച്ച് നിങ്ങൾക്ക് ഈ ഇവിടെ ടൈപ്പ് ചെയ്തൊരു ലെറ്റർ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്ലിയർ ബട്ടൺ തന്നെ പ്രസ് ചെയ്യണം. ഞാനത് S തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. ഈ പ്ലസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഒരു എക്സ്ട്രാ ലൈൻ വരും. നമുക്ക് അവിടെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ അസൈൻ ചെയ്യാം. ഇപ്പം ഞാൻ T കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ S പ്രസ് ചെയ്താലും T പ്രസ് ചെയ്താലും റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫീച്ചറിന് 2 ഷോർട്ട് കട്ട് കീസ് അസൈൻ ചെയ്യുകയാണ്. S ആയാലും സ്റ്റാർട്ടാകും, T പ്രസ് ചെയ്താലും സ്റ്റാർട്ടാകും. നോർമലി നമുക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ലൈൻ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മൈനസ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനിയും ഈ താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഹോട്ട് കീസ് സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എൻ്റെ അഭിപ്രായം നിങ്ങൾ അധികം ഫീച്ചേഴ്സിന് ഹോട്ട് കീസ് സെറ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ കൂടുതൽ ഹോട്ട് കീസ് സെറ്റ് ചെയ്താൽ റെക്കോർഡിംഗ് സമയത്ത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടാമതായിട്ട് റെക്കോർഡിംഗ് സമയത്ത് നമ്മൾ തെറ്റി പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഇതേപോലെ ഈ സെയിം ഹോട്ട് കീ സെറ്റ് ചെയ്തു, SE11 സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. റെക്കോർഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രൗസറിൽ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ TEST അടിച്ചു. ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞൊരു 10 മിനിറ്റും കൂടി വീഡിയോ റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേക്കും വീഡിയോയിൽ TE വരെ ഉള്ളൂ. കാരണം അടിച്ചപ്പോൾ എന്നുള്ളത് OBS ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം എന്നുള്ള ലെറ്റർ നമ്മൾ സ്റ്റോപ്പ് റെക്കോർഡിങ്ങിന് അസൈൻ ചെയ്തതുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഹോട്ട് കീ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നല്ലത് നിങ്ങൾ സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഒരേ കീ കൊടുക്കുക, പോസിനും അൺപോസിനും ഒരേ കീ തന്നെ കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് 2 കീ കൊണ്ട് നമുക്ക് കാര്യം നടക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ 4 ഹോട്ട് കീസ് സെറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് കീ സെറ്റ് ചെയ്യുക, അപ്ലൈ പ്രസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോസ് ബട്ടൺ ചിലവർക്ക് വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കൊടുത്ത ചില സെലക്ഷൻ അനുസരിച്ചിരിക്കും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് വരും. അതിൻ്റെ ഒപ്പം തന്നെ ഈ പോസ് ബട്ടൻ്റെ ഒരു സിമ്പൽ ഇവിടെ വരും. അത് വന്നിട്ടില്ലെങ്കിൽ പോസ് ബട്ടൺ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇനി അങ്ങനെ ഈ പോസ് ബട്ടൺ വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എഗെയിൻ ഇൻ സെറ്റിങ്സിൽ പോവുക, ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്യുക. ഈ ഔട്ട്പുട്ടിൽ ഇവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്.
അതിപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഓൾറെഡി OBS സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ OBS സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യാത്ത സമയത്ത് വേണം നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട്. ഞാനപ്പോൾ അത് വേറെ ഷൂട്ട് ചെയ്ത് കാണിക്കാം, വേറെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ടിൽ ഈ റെക്കോർഡിംഗ് ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ സെയിം ആസ് സ്ട്രീം ഈ ഓപ്ഷനാണ് കിടക്കണമെങ്കിൽ പോസ് ബട്ടൺ വർക്ക് ചെയ്യില്ല. അതിനവിടെ തന്നെ ഒരു വാർണിംഗ് തരുന്നുണ്ട്, ആ വാർണിംഗിൽ അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പോസ് ബട്ടൺ വർക്ക് ചെയ്യാത്തവർ ഇവിടെ വന്ന് ഈ റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ സെയിം ആസ് സ്ട്രീം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യണം. ഇതിൽ ബെറ്റർ നിങ്ങൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യണം നല്ലത്, കാരണം താഴേക്ക് വരുംതോറും ഈ വീഡിയോൻ്റെ ക്ലാരിറ്റി കൂടും, അതനുസരിച്ച് ഫയൽ സൈസ് ലാർജ് ആവും. അപ്പോൾ ഈ ബെസ്റ്റ് ഓപ്ഷൻ ഈ സെക്കൻഡ് വൺ ചൂസ് ചെയ്യണതാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ വന്ന് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോസിൻ്റെ സിമ്പിൾ കാണിക്കും. ഓക്കെ ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഹോട്ട് കീസ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സോഴ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തേക്കണത് എനിക്കിത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നോർമലി നിങ്ങളിവിടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യരുത്. ജസ്റ്റ് OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. എനിക്കിനി ഇവിടെ നിന്നാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഹോട്ട് കീ പ്രസ് ചെയ്യുക, S പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ S പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതലായിരിക്കും OBS സ്റ്റുഡിയോ ഈ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ സ്ക്രീൻ ഒന്നും ക്യാപ്ചർ ചെയ്യില്ല. അതുപോലെ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ പറഞ്ഞു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിന്ന് സ്വിച്ച് ഓവർ ചെയ്യണം, വേറെ സ്ക്രീനിൽ പോകണം. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ പോകാം, സീൻസ് ഉപയോഗിച്ച് പോകാം. തൽക്കാലം നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു വഴി, നിങ്ങൾ പോസ് ചെയ്യുക, പോസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വിൻഡോ എടുത്തിട്ട് രണ്ടാമത് അൺപോസ് ചെയ്യുക. അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ എല്ലാ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റോപ്പിൻ്റെ ബട്ടൺ ഏതാണോ അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ക്യാപ്ചറിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ എൻ്റെ സ്ക്രീനൊന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പല പല സീൻസ് വരുമ്പോൾ അത് സ്വിച്ച് ഓവർ ചെയ്യാനാണ് ഈ സീൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉപയോഗിക്കേണ്ടത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഈ ഹോട്ട് കീസ് ഉപയോഗിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.